പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിൽ ഇന്ന് ഒപ്പിടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ധാരണയിൽ ഒപ്പുവെച്ചാൽ ഉടൻ ഹോർമൂസ് എല്ലാവർക്കുമായി തുറക്കുമെന്നും ട്രംപ്. എന്നാൽ കരാറിൽ ഇന്ന് ഒപ്പിടുമെന്ന സാധ്യത തള്ളിയിരിക്കുകയാണ് ഇറാൻ. വിവരങ്ങളുമായി ആന്റണി ജോർജ് ചേരുന്നു. ആന്റണി, എന്തായാലും പശ്ചിമേഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറൊക്കെ ഇന്ന് ഒപ്പിടുമെന്നാണ് ട്രംപ് പറയുന്നത്. ധാരണയിൽ എത്തി എന്നും പറയുന്നുണ്ടെങ്കിലും പല ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു കരാറിൽ തള്ളിയിരിക്കുകയാണ് ഇറാൻ. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഇന്ന് 24 മണി ഇന്ന് ആ കരാറിൽ ഒപ്പിടുമെന്നുള്ള കാര്യമാണ് ട്രംപ് പറയുന്നത്. ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഈ ഇറാനുമായുള്ള സമാധാന കരാർ ഇന്ന് യാഥാർത്ഥ്യമാകും. അതിൽ ഇറാനും അമേരിക്കയും ഇന്ന് ഒപ്പിടും. ഹോർമൂസ് കടലിടുക്ക് ഉടൻ തന്നെ തുറന്ന് നൽകും. അതുപോലെ തന്നെ ഇറാന്റെ പക്കലുള്ള യുറേനിയം അത് പിടിച്ചെടുത്ത് അമേരിക്ക വൈകാതെ തന്നെ നശിപ്പിക്കും എന്നീ കാര്യങ്ങളാണ് ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ പറയുന്നത്. ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിൽ ഈ അമേരിക്ക ഇറാൻ യുദ്ധം അവസാനിക്കുന്നു, സമാധാനത്തിലേക്ക് പോകുന്നു, ആ കരാറിലേക്ക് ഉടൻ എത്തും എന്നുള്ള പ്രസ്താവനകൾ ട്രംപിൻ്റെ ഭാഗത്ത് നിന്നടക്കം ഉണ്ടായിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ ഒരു തീരുമാനം ഇപ്പോഴും ആയിട്ടില്ല. ചില അവ്യക്തതകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. കാരണം ഇറാൻ ഇന്ന് ഈ കരാറിൽ ഒപ്പിടും എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആ ഒരു പ്രഖ്യാപനത്തെ പൂർണ്ണമായും തള്ളുന്നുണ്ട്. കരാറിലേക്ക് ഏതായാലും എത്തും, പക്ഷെ അത് ഇന്ന് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കിയത്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ആ കരാറിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും, അല്ലെങ്കിൽ ഒപ്പിടുന്ന നിലയ്ക്ക് എത്തും എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും ഇറാൻ ഇക്കാര്യത്തിലൊരു അവ്യക്തത ഇറാന്റെ ഭാഗത്തു നിന്ന് തുടരുന്നുണ്ട്. ഇന്നലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് ഇത്തരത്തിൽ 24 മണിക്കൂറിനകം അമേരിക്കയും ഇറാനും കരാറിലേക്ക് എത്തും എന്നുള്ള പ്രഖ്യാപനം നടത്തിയത്. ഏതാണ്ട് കരാറിലെ വ്യവസ്ഥകളിൽ അന്തിമ ചട്ടക്കൂടിൽ ധാരണയായിട്ടുണ്ട്. ഓൺലൈനായി ഈ കരാറിൽ ഒപ്പിടുന്ന നിലയിലേക്ക് അതിൻ്റെ ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ആ ഘട്ടത്തിൽ ഈ ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരുന്നത്. എന്തായാലും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഇന്ന് കരാർ ഒപ്പിടുന്ന കാര്യത്തിൽ ഒരു കൺഫർമേഷൻ നിലവിലില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അങ്ങനെ കരാർ ഒപ്പിട്ടാൽ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ആ കരാറിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ എന്ന് പറയുന്ന ഒന്ന് ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു നൽകും എന്നുള്ളതാണ്. ഇപ്പോൾ അവിടെ ഒരു ചുങ്കം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ടാക്സ് അല്ലെങ്കിൽ ഒരു ടോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ടോൾ അടക്കം ഉണ്ടാകില്ല, സൗജന്യമായി തന്നെ കടന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കും എന്നുള്ളതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം എന്ന് പറയുന്നത്. ഏതായാലും അക്കാര്യങ്ങളടക്കം ഉടൻ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും ഈ കരാർ യാഥാർത്ഥ്യമായാൽ എന്നുള്ളത് തന്നെയാണ്. എല്ലാവരും ലോകം വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ ഉറ്റുനോക്കുകയാണ് ഈ കരാർ ഇന്ന് യാഥാർത്ഥ്യമാകുമോ എന്നതിൽ. ശരി, എന്തായാലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിൽ ഒപ്പിടുമെന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. ഒപ്പിട്ട് കഴിഞ്ഞാൽ ഹോർമൂസ് എല്ലാവർക്കുമായി തുറക്കുമെന്നും ട്രംപ് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു കരാറിനെയൊക്കെ തള്ളുന്നൊരു സാധ്യതയാണ്, ഒപ്പിടുമെന്നൊരു സാധ്യതയൊക്കെ തള്ളുകയാണ് ഇറാൻ. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജോർജാണ്.